when you know who you are in Christ Jesus, and when you know your rights, your style of prayer will change totally. Now your desire is not your desire, your desires become his desires. Amen. എന്ന് പറഞ്ഞ യേശു രക്ഷിക്കുമെന്നൊരു റെവലേഷൻ ഉണ്ട്, ഒരു ട്രൂത്ത് നമ്മുടെ ആത്മാവിൽ വന്നു. അത് നമുക്ക് മനസ്സിലായപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടത്. Once you know the truths make you free. Once you receive revelation, it's enlightened your spirit. It's a pre-plan. God revealed, this is our plan, go and take it. That's all. Not a promise to you, it is your inheritance. It's not a promise, it is a heritage for me. So last week I shared from here. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്നാണ് പ്രസംഗിക്കാനിടയായത്. Most Christians believe the Bible is God's word and contain his promises. കൂടുതൽ ആൾക്കാരും വിശ്വസിക്കുന്നത് ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനവും അദ്ദേഹത്തിന്റെ വാഗ്ദത്തങ്ങളും നിറഞ്ഞതാണെന്ന്. Do you have Bible with you? നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? Can you raise your Bible with me? നിങ്ങളുടെ ബൈബിൾ എടുത്തൊന്ന് ഉയർത്താമോ? So say with me. എന്നോടൊപ്പം പറഞ്ഞാട്ടെ. This contain his promises. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിറവാണുള്ളത്. So we know Bible contains full of promises. നമുക്കറിയാം ബൈബിൾ മൊത്തവും വാഗ്ദത്തങ്ങൾ ആണ് പൂർണ്ണമായി ഉള്ളത്. But not only promises, വാഗ്ദത്തങ്ങൾ മാത്രമല്ല, but also the book of truths and realities. ദൈവിക സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുടെയും പുസ്തകം കൂടിയാണ് ബൈബിൾ. Can you raise your Bible and say with me, this contains not only promises, ഇത് നിങ്ങളുടെ ബൈബിൾ ഉയർത്തി എന്ന് പറയാമോ? ഇത് വാഗ്ദത്തങ്ങൾ മാത്രമല്ല, also it reveals truth and realities. അത് സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും വെളിപ്പെടുത്തി തരുന്ന പുസ്തകം കൂടിയാണ്. Say with me, truth and realities. സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും. The truth and realities, when you know the truth and realities, it will change your whole scenarios. നിങ്ങൾ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും നിങ്ങൾ മനസ്സിലായി നിങ്ങളുടെ മുഴുവൻ അവസ്ഥകളെ അത് മാറ്റുവാനിടയാകും. Truth concerning our identity. സത്യങ്ങൾ അത് നമ്മുടെ വ്യക്തിത്വത്തെ തിരിച്ചറിവ് തരുവാനിടയാകും. As well as our rights and privilege in him. അത് നമ്മുടെ അവകാശങ്ങളും വിശേഷാലുള്ള അവകാശങ്ങളെയും മനസ്സിലാക്കി തരും. Can I say one thing? Can I tell you one thing? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. Listen carefully. വളരെ ശ്രദ്ധയോടെ കേട്ടാലും. When you know who you are in Christ Jesus, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, and when you know your rights, നിങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ, your style of prayer will change totally. നിങ്ങളുടെ പ്രാർത്ഥനാ രീതി പൂർണ്ണമായി മാറ്റപ്പെടുവാൻ ഇടയാകും. So what I am trying to share today, ഞാൻ എന്താണ് ഇന്ന് നിങ്ങളോട് പറയാനായി പോകുന്നത്? Bible contains promises. ബൈബിളിൽ വാഗ്ദത്തങ്ങൾ നിറഞ്ഞതാണ്. It's not only promises, അത് വാഗ്ദത്തങ്ങൾ മാത്രമല്ല, it is full of truths. അത് സത്യങ്ങൾ കൂടെ സത്യങ്ങളുടെ പുസ്തകം കൂടെയാണ്. If you read Old Testament, we can see the Old Testament truths. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ പഴയ നിയമ സത്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാനായി സാധിക്കും. If you read New Testament, you can see the New Testament truths. നിങ്ങൾ പുതിയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമ സത്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാകും. Can I explain it? ഞാൻ അത് വിശദീകരിക്കട്ടെ. Psalms, if you read Psalms 34, നിങ്ങൾ സങ്കീർത്തനം 34 വായിക്കുമ്പോൾ, rejoice in the Lord, rejoice in the word. വചനത്തിൽ God സന്തോഷിക്കുക. will give you your desires. വചനത്തിൽ സന്തോഷിക്കാൻ നിന്റെ ആഗ്രഹം ദൈവം നടത്തി തരുവാനിടയാകും. It is Old Testament truth. അത് പഴയ നിയമ സത്യമാണ്. What is the difference in new? അത് പുതിയ നിയമമായിട്ട് എന്ത് വ്യത്യാസമാണ് അതിനുള്ളത്? Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? Now you are one with Jesus. നിങ്ങൾ ഇപ്പൊ ക്രിസ്തുവിൽ ഒന്നാണ്.
You are one with Jesus. നിങ്ങൾ യേശുവിൽ ഒന്നാണ്. It's unseparable. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വേർതിരിക്കാനായി സാധിക്കത്തില്ല. Now your desire is not your desire. Your desires become his desires. Amen. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിപ്പോ ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ മാത്രമാണ്. So when you look at your Bible, നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ നോക്കുമ്പോൾ, when you look at your Bible and start to see the truth, നിങ്ങൾ ബൈബിൾ നോക്കി അതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, it will change your life. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ഇടയാകും. Before, while I was reading the Bible, I always think I am reading the promises. നേരത്തെ ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് വായിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. But now I read the Bible, I say, oh, I am learning truths about me. I am learning truth and reality about me. ഇപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എന്നെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളുമാണ് ഞാൻ അതിൻ്റെ അത് കാണുവാനിടയാകുന്നത്. Hallelujah. Hallelujah. So with this mindset you must read the Bible. ഈ മനോഭാവത്തോടു കൂടെ വേണം നിങ്ങൾ ബൈബിൾ വായിക്കാൻ. So if you read this Bible with this mindset, you will see your rights. നിങ്ങൾ ഈ മനോഭാവത്തോടെ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാനായി സാധിക്കും. You will see 4 things. നിങ്ങൾ 4 കാര്യങ്ങൾ കാണും. First thing, you will see your identity. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് അതിനകത്ത് കാണാനായി സാധിക്കും. Second thing, you will see your rights. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ അതിൽ കാണാനായി സാധിക്കും. Third thing, you will see your privileges. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വിശേഷതയുള്ള അധികാരം നിങ്ങൾക്ക് കാണാൻ അവകാശം നിങ്ങൾക്ക് കാണാനായി സാധിക്കും. Fourth things, we can say heritage or inheritance. നാലാമതായിട്ട് നിങ്ങളുടെ പിതൃത്വം അല്ലെങ്കിൽ അവകാശങ്ങൾ നിങ്ങൾക്ക് കാണാനായി സാധിക്കും, അനന്തരാവകാശങ്ങൾ. Can you say hallelujah? Hallelujah. So when you start to learn the truth, it shows you who you are, your identity. നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം ആരാണെന്ന്, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് നിങ്ങൾക്ക് അത് അറിയാനായി സാധിക്കും. Second thing, it's reveal your rights. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അവകാശങ്ങളെ അത് മനസ്സിലാക്കി തരും. Third thing, it reveals your privileges. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വിശേഷാൽ ഉള്ള അവകാശങ്ങൾ അതിന്റെ അത് മനസ്സിലാക്കി തരും. Fourth, it's reveal your heritage. നാലാമത്തെ കാര്യം നിങ്ങളുടെ പൈതൃകം അതിന്റെ അത് വ്യക്തമായി മനസ്സിലാക്കി തരും. The promise cannot reveal these things. വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും ഇതിനെ മനസ്സിലാക്കി തരുവാനായി സാധിക്കത്തില്ല. Only truth can reveal who you are. സത്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തരാനായി സാധിക്കത്തുള്ളൂ. Can I go a little more deeper? ഞാൻ കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോകട്ടെ. So when you start to learn the truth, നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, some people have a doubt. What is truth? What is promise? ചില ആൾക്കാർക്ക് സംശയമുണ്ട് എന്താണ് വാഗ്ദത്തം, എന്താണ് സത്യം എന്നുള്ളത്. What is promise and truth? എന്താണ് സത്യവും എന്താണ് വാഗ്ദത്തവും? Promise is like this: today, tomorrow, God will give you a pen. That's a promise. വാഗ്ദത്തം എന്ന് പറയുന്നത് നാളെ നിനക്ക് ദൈവം ഒരു പേന തരുവാൻ ഇടയാകും, അതൊരു വാഗ്ദത്തമാണ്. Truth is different. സത്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. Jesus came to save me. That is a truth. യേശു വന്നത് എന്നെ രക്ഷിക്കാനാണ്, അത് സത്യം. This is not a promise. അതൊരു വാഗ്ദത്തമല്ല. So when you know the truth, നിങ്ങൾ സത്യം മനസ്സിലാക്കുമ്പോൾ, it give you revelation. അത് നിങ്ങൾക്കൊരു വെളിപ്പാട് തരുവാൻ ഇടയാകും. Say with me, what happened when you learn the truth? നിങ്ങൾ സത്യം മനസ്സിലാക്കുമ്പോൾ It gives you revelation. അത് നിങ്ങൾക്കൊരു വെളിപ്പാട് തരുവാൻ ഇടയാകും. When you have the revelation, നിങ്ങൾക്ക് ആ വെളിപ്പാട് ഉണ്ടായി കഴിഞ്ഞാൽ, say to your neighbor, when you have the revelation, അടുത്ത വ്യക്തിയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വെളിപ്പാട് ലഭ്യമായി കഴിഞ്ഞാൽ, it's enlighten your mind. നിങ്ങളുടെ മനസ്സിനെ അത് പ്രകാശിപ്പിക്കാനായി തുടങ്ങും. It's a serious thing. അത് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചാലോ. It's a very serious thing. So when you receive a truth, it's give you a revelation. നിങ്ങളൊരു സത്യം മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങൾക്ക് വെളിപ്പാട്, അതൊരു വെളിപ്പാട് നിങ്ങൾക്ക് തരുവാനിടയാകും. When you receive the revelation, it's enlighten your mind. നിങ്ങൾക്ക് ആ വെളിപ്പാട് നിങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അത് പ്രകാശിപ്പിക്കാനിടയാകും. Then what will happen? അപ്പോഴെന്താണ് സംഭവിക്കുക? Then your eyes of your heart will open.
നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ആ സമയത്ത് തുറക്കപ്പെടും. You will see everything very clearly that moment onwards. ആ സമയം മുതൽ നിങ്ങൾ എല്ലാം വളരെ വ്യക്തമായി കാണാനായി തുടങ്ങും. I try to explain a little more. ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് പറയാൻ ശ്രമിക്കുന്നു. Most of the people don't know how many eyes we have. പല ആൾക്കാർക്കും അറിയത്തില്ല നമുക്ക് എത്ര കണ്ണുകളുണ്ടെന്ന്. We know our physical eyes. നമുക്ക് നമ്മുടെ ജഡീകമായ കണ്ണുകൾ മാത്രമാണ് അറിയാവുന്നത്. Second one is our spiritual eyes. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ആത്മകണ്ണാണ്. That means our spirit have some eye, two eyes also. എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന് രണ്ട് കണ്ണുകളുണ്ട്. We can say my spirit have eyes. നമുക്ക് പറയാം നമ്മുടെ ആത്മാവിന് കണ്ണുകളുണ്ടെന്ന് പറയാം. And also one more thing there. ഒരു കാര്യം കൂടെ ഉണ്ട്. Our heart or our mind have also eyes. നമ്മുടെ മനസ്സിനും കണ്ണുകളുണ്ട്. Are you listening? ശ്രദ്ധിക്കുന്നുണ്ടോ? So we have a spirit, physical eyes. നമുക്ക് സാധാരണ നമുക്കുള്ള രണ്ട് കണ്ണുകളുണ്ട്. And also have a spiritual eyes. നമുക്കൊരു ആത്മീയ കണ്ണുകളുണ്ട്. And also our mind has also eyes. നമ്മുടെ മനസ്സിനും കണ്ണുകളുണ്ട്. Jana, can you come? When she receive a truth, ജോയിന് ഒരു സത്യം സ്വീകരിക്കുന്ന സമയത്ത്, bring your phone. Just imagine. This is her spirit, okay? ഇത് നമ്മുടെ ആത്മാവാണെന്ന് സങ്കല്പിക്കുക. This is her spirit. അന്നയുടെ ആത്മാവാണെന്ന് സങ്കല്പിക്കുക. The revelation come into her spirit. വെളിപ്പാട് അന്നയുടെ ആത്മാവിൽ വരുവാനിടയായി. Right. The revelation, once the revelation come into her spirit, it's enlightened her mind. എപ്പോഴാണോ വെളിപ്പാട് അന്നയുടെ ആത്മാവിൽ വരുവാനിടയായത്, ആ വെളിപ്പാട് അന്നയുടെ മനസ്സിനെ പ്രകാശിപ്പിക്കാനിടയായി. That moment onwards, her mind started to see everything in according to the revelation. എപ്പോഴാണോ ആ പ്രകാശം മനസ്സിന് ലഭിച്ചത്, ആ നിമിഷം മുതൽ വെളിപ്പാടിനനുസരിച്ച് പല എല്ലാ കാര്യങ്ങളും വ്യക്തതയോടെ കാണുവാനായി തുടങ്ങി. Don't worry, I will make you to know. Don't worry. നിങ്ങളെ മനസ്സിലാക്കി തരാം, വിഷമിക്കാതിരിക്കുക. So I receive a revelation. I am a child of God. എനിക്കൊരു വെളിപ്പാട് കിട്ടി, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. Is coming to her spirit. അതിപ്പം അന്നയുടെ ആത്മാവിലേക്ക് വന്നു. Right. It goes to her mind. അത് ആത്മാവിൽ നിന്ന് മനസ്സിലേക്ക് അത് സഞ്ചരിച്ചു. Mind can understand what is that. ഇപ്പൊ മനസ്സിന് മനസ്സിലായി അത് എന്താണ് അത് സംഭവിക്കുന്നത്. From that point onwards, she started to see from the revelation this world. എപ്പോഴാണോ മനസ്സിന് ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് മനസ്സിലായത്, ആ നിമിഷം മുതൽ അന്ന ആ കാഴ്ചപ്പാടിൽ ഈ ചുറ്റുപാടും നോക്കി കാണുവാനിടയായി. So that means once you receive revelation, it's come into her spirit, it goes to her mind, then her mind started to see everything accordingly. എപ്പോഴാണോ ആത്മാവ് ആ സത്യം മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയ സത്യം അത് മനസ്സിലേക്ക് ചെന്നു, മനസ്സ് ആ നിമിഷം മുതൽ ആ യാഥാർത്ഥ്യം അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കാണുവാനായി തുടങ്ങി. Say with me. എന്നോടൊപ്പം പറഞ്ഞാട്ടെ. I am here. I am receiving it. ഞാൻ അത് സ്വീകരിക്കുകയാണ്. Hallelujah. Hallelujah. So I'll explain to you. ഞാൻ ഒന്നും കൂടെ വിശദമായി നിങ്ങളോട് പറയുന്നു. One day I met a person. ഞാൻ ഒരു ദിവസം ഒരു വ്യക്തിയെ കാണുവാനിടയായി. He is a chain smoker. അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു, പുകവലിക്കാരനായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? So while I was talking to him, I reckon one thing. He know every scriptures. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം വചനത്തിൽ എല്ലാ വചനങ്ങൾക്കും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. Even though he know very well Bible, but he is a chain smoker. ബൈബിൾ നന്നായി അറിയാമെങ്കിൽ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കർ ആണ്. While he is reading the Bible, he smokes. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം പുകവലിക്കുവാനിടയാകുന്നു. And also put cigarette in between the Bible. ആ ബൈബിളിന്റെ ഇടയിൽ സിഗരറ്റും വെച്ചിട്ടുണ്ട്. I ask Lord, he memorized every scripture, but he don't have a change. Wow. ഞാൻ ദൈവത്തോട് ചോദിക്കാനിടയായി, ഇദ്ദേഹത്തിന് എല്ലാ വചനങ്ങളും അറിയാം, പക്ഷെ അദ്ദേഹം പുകവലിക്കുന്നു, എന്താ കാരണം ദൈവമേ ചോദിച്ചു. God spoke to me.
ദൈവം എന്നോട് He സംസാരിച്ചു. by heart the scriptures, but he never meditated the scripture. Amen. ദൈവം എന്നോട് സംസാരിച്ചു. അദ്ദേഹം ആ വാക്യങ്ങളെല്ലാം കാണാതെ പഠിക്കുവാനിടയായി, പക്ഷെ ഒരിക്കലും അതിനെ ധ്യാനിച്ചിരുന്നില്ല. So when if he ready to meditate the scripture, it will enlighten his mind. He will come out of it. Amen. അദ്ദേഹം എപ്പോഴെങ്കിലും ആ വചനത്തെ ധ്യാനിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ആ വചനത്തെ ധ്യാനിക്കുന്ന സമയത്ത് അതിലുള്ള വെളിച്ചം അദ്ദേഹത്തിലേക്ക് വരുവാനോ ആ പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുവാൻ ഇടയാകുമായിരുന്നു. Now you are getting clear, eh? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. So the word come into her spirit. വചനം അത് ഇവിടെ ഉള്ളിലേക്ക് വരുന്നു, ആത്മാവിലേക്ക് വരുന്നു. It's once it's become revelation, it's enlighten her mind. എപ്പോഴാണ് ആ വെളിപ്പാട് പ്രാപിക്കാനിടയായത്, ആ വെളിപ്പാട് അത് അവളുടെ മനസ്സിനെ പ്രകാശിപ്പിച്ചു. So the same way, when he receive a revelation, the chain smoker, if he receive a revelation, it come into his spirit, it's enlighten his mind, automatically smoking will depart from him. Amen. അദ്ദേഹം ആ പഹോലിക്കാരൻ ധ്യാനിക്കുന്ന സമയത്ത് ആ ദൈവ വചനത്തിലെ സത്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മാവിൽ വരികയും ആത്മാവിൽ നിന്ന് മനസ്സിലേക്കും പോകാൻ ഇടയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പഹോലിക്കുന്ന ശീലം സ്വമേധയാ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിപ്പോയേനെ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അയാൾക്ക് വചനങ്ങൾ അറിയാം, പക്ഷെ അത് അയാളുടെ ആത്മാവിൽ വന്നില്ല. ആത്മാവിൽ വെളിപ്പാടായി വന്നിരുന്നുവെങ്കിൽ അത് നേരെ അയാളുടെ മനസ്സിലേക്ക് വന്ന് മനസ്സിനെ പ്രകാശിപ്പിച്ചേനെ. ആ പ്രകാശിക്കുന്ന നിമിഷം അയാൾ സിഗരറ്റ് കളഞ്ഞേനെ. നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല ഹല്ലേലൂയ പറയാമോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം റെവലേഷൻ ഉണ്ടോ ആ റെവലേഷനുകൾ മാത്രമേ നിങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കത്തുള്ളൂ. കയ്യടി മോശമായി പോയി. We know so many scriptures. നമുക്ക് ഒത്തിരി വചനങ്ങൾ നമുക്കറിയാം. But it's when it's become a revelation, എപ്പോഴാണ് അതൊരു വെളിപ്പാടായി മാറുന്നത്? It's enlighten your spirit. അപ്പോൾ മാത്രമേ അത് നിന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കത്തുള്ളൂ. It will open your eyes of your understanding. നിങ്ങളുടെ മനസ്സിലാക്കലിന്റെ കണ്ണുകൾ അത് തുറക്കപ്പെടുവാനിടയാകും. നിങ്ങൾക്ക് പുകവലിക്കാരന്റെ ഉദാഹരണം മനസ്സിലായോ? ഇനി എൻ്റെ ഉദാഹരണം പറയാം. ഞാൻ 8ാം ക്ലാസ് വരെ എൻ്റെ അമ്മ എന്നോട് ബൈബിൾ വായിക്കാൻ നിർബന്ധമായി വെച്ചിരുന്നു. Until 8th standard, I continually read the Bible because of my mother's pressure. I know the scriptures. I by heart the scripture, but it never changed my life. Why? It's not become a revelation to my spirit. Once it's become a revelation, then only it's enlightened my spirit, mind. Once I receive a light in my mind, automatically change will happen. ഇനി ഞാൻ പറയാം, എന്നെ ശ്രദ്ധിച്ചാണ്ട്. ഇതേ ഒരു റെവലേഷൻ സ്വീകരിച്ചാൽ കൂടെ ഉണ്ടോ? അത് നേരെ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരും. എവിടേക്ക് വരും? ഇദ്ദേഹത്തിന്റെ മനസ്സിനെയാണ് ആ റെവലേഷൻ മാറ്റം വരുത്തുന്നത്. ആ മാറ്റമാണ് ഇയാൾക്കുണ്ടായ മാറ്റം എന്ന് നമ്മൾ പറയുന്നത്. റെവലേഷൻ അയാൾക്ക് വന്ന അത് നേരെ അയാളുടെ മനസ്സിലേക്ക് വരും. ആ മനസ്സിന് മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞ ഈ റെവലേഷൻ അനുസരിച്ച് ഇയാളുടെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങുന്നതിനെയാണ് മാറ്റമുണ്ടാകുക എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഒന്നും കൂടെ പറയണേ, ഒന്നും കൂടെ പറയാം. മനസ്സിലായി വരുന്ന കാര്യങ്ങൾ ഉയർത്തിക്ക് എന്ന് പറഞ്ഞ യേശു രക്ഷിക്കുമെന്നൊരു റെവലേഷൻ ഉണ്ട്, ഒരു ട്രൂത്ത് നമ്മുടെ ആത്മാവിൽ വന്നു. അത് നമുക്ക് മനസ്സിലായപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇത് കൂടുതൽ എങ്ങനെ ഞാൻ സിമ്പിളാക്കി തരുന്നത്? മനസ്സിലായോ വിഷ്ണു? ഞാൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? എങ്കിലൊന്ന് പറഞ്ഞേ. വചനം നമുക്ക് അത് വെളിപ്പാടാകണം. വെളിപ്പാടാണ്. യേശു രക്ഷിക്കും എന്ന് പറയുന്ന ഒരു വചനം നമ്മുടെ നിന്റെ ആത്മാവിൽ വന്നു. നീ റിസീവ് ചെയ്തു. അതെനിക്ക് അനുഭവിക്കാനായി പറ്റും. അത് നിന്റെ മനസ്സിൽ വേണം. ആ മനസ്സിൽ വരുമ്പോഴേ നിന്നെ അത് വ്യത്യാസപ്പെടുത്തത്തുള്ളൂ. മനസ്സിൽ വരുമ്പോ നിനക്ക് മനസ്സിലാകും യേശു രക്ഷിക്കുന്ന വിധം, യേശു വിടുവിക്കുന്ന വിധം. നിന്റെ അകത്തെ കണ്ണ് തുറക്കാനായി തുടങ്ങും. Okay, so most of the people by heart the word.
കൂടുതൽ ആൾക്കാരും വചനം കാണാതാണ് but പഠിക്കുന്നത്. they never meditate the word. പക്ഷെ അവർ വചനത്തെ ധ്യാനിക്കാറില്ല. If you want to see the result in your life from the word, you have to meditate the word, then only it enlighten your mind. നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് ഒരു ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വചനത്തെ ധ്യാനിക്കേണ്ട ആവശ്യമാണ്. ധ്യാനിക്കുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് പ്രകാശമായി മാറി ഉത്തരം തരുവാനിടയാകത്തുള്ളൂ. So that means you have to meditate the word regularly. It will change your mindset. In other words, it will enlighten your mindset. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും വചനം ധ്യാനിക്കേണ്ട ആവശ്യമാണ്. ആ ധ്യാനത്തിന് മാത്രമേ നിങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കാനായി സാധിക്കത്തുള്ളൂ. ആ പ്രകാശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനിടയാകും. That's why Bible say the truth make you free. അതുകൊണ്ടാണ് വചനം പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുവാനിടയാകും. Once you know the truth make you free. നിങ്ങൾ എപ്പോഴാണോ സത്യം മനസ്സിലാക്കുന്നത് സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. Say with me, truth with meditations give revelation. സത്യവും മെഡിറ്റേഷനും നിങ്ങൾക്ക് വെളിപ്പാടിനെ കൊണ്ടുവരും. ദൈവിക സത്യങ്ങളെ ധ്യാനിക്കുന്നത് നിങ്ങൾക്ക് വെളിപ്പാടിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ട്രൂത്ത് when you meditate the truth it gives revelations. നിങ്ങൾ സത്യങ്ങളെ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെളിപ്പാട് ലഭിക്കുവാനിടയാകും. സത്യങ്ങളെ മനസ്സിലാക്കി ധ്യാനിക്കണം. അപ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവും? വെളിപ്പാടുണ്ടാവും. when you meditate the truth it's give you revelation. it's produce and it's enlighten your mind and also it's enlighten your mind. നിങ്ങൾ സത്യങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെളിപ്പാട് കൊണ്ടുവരിക. ആ വെളിപ്പാട് നിങ്ങളുടെ മനസ്സിനെ പ്രകാശമുള്ളതാക്കി മാറ്റുവാനിടയാകും. Third thing, it's build your relationship. അത് നിങ്ങളുടെ ദൈവിക ബന്ധത്തെ പണിയുവാനിടയാകും. That relationship give you more understanding about your father. ആ ബന്ധം നിങ്ങളുടെ പിതാവിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരും. That's give you who you are or your identity. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനിടയാകും. ഞാനൊന്ന് സിമ്പിളായി പറയട്ടെ. വചനം ധ്യാനിക്കുമ്പോൾ വെളിപ്പാടുണ്ടാവും. വെളിപ്പാട് നിങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കും. ആ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതോടുകൂടെ നിങ്ങളും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കും. ബന്ധം വർദ്ധിക്കുന്നതോടുകൂടെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മാറും. നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ ലൈഫിനെ മുഴുവൻ മാറ്റാനായി തുടങ്ങും. ഇത്ര എത്തിയോ? ഇങ്ങനെ 5-6 കടിച്ച പൊട്ടാത്ത വാചകം പറഞ്ഞിട്ട് മാസ്റ്റർ ഞങ്ങളെ കുഴപ്പിക്കുകയെന്ന് വല്ല ചിന്തയുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? Why I am trying to share these things? ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്? Because most of the Christians are not based on the truth, they are based on the promises. കൂടുതൽ ക്രിസ്ത്യാനികളും സത്യത്തിൽ ആശ്രയിച്ച അല്ലെങ്കിൽ സത്യത്തിലല്ല അവർ ആയിരിക്കുന്നത്. അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഒരു വാഗ്ദത്തത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. Promise never gives you revelation. വാഗ്ദത്തം ഒരിക്കലും നിങ്ങൾക്ക് വെളിപ്പാടിനെ കൊണ്ട് തരത്തില്ല. Promise gives you hope. വാഗ്ദത്തം എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷ മാത്രമാണ് തരുന്നത്. But most of the Christians are based on the promises. കൂടുതൽ ക്രിസ്ത്യാനികളും അവർ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വാഗ്ദത്തത്തിൽ. But you have to base your life should be on the truths. നിങ്ങളുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത് സത്യങ്ങളിലാണ്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Say to your neighbor, only the truth can give you revelations. അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ടെ സത്യത്തിന് മാത്രമേ നിങ്ങൾക്ക് വെളിപ്പാടിനെ തരുവാനായി സാധിക്കത്തുള്ളൂ. Once you receive revelation, it's enlighten your spirit. നിങ്ങൾ വെളിപ്പാട് പ്രാപിച്ചു കഴിയുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ പ്രകാശിതമാക്കും. It gives you a special ability to know who you are. Amen. അത് ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് തരും നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ. Can you say hallelujah? Hallelujah. Then supernatural started to flow with you. അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകാനായി തുടങ്ങും. Your lifestyle started to change. നിങ്ങളുടെ ജീവിത രീതി മാറാനായി തുടങ്ങും. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. എന്തിനാ ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മൊത്തം സിമ്പിളാക്കി വെള്ളം പോലെ ആക്കി നിങ്ങൾക്ക് തരാം. പക്ഷേ ഇത് വീണ്ടും അടുത്ത ഞായറാഴ്ചയും കൂടെ ഞാൻ പറയും. അടുത്ത ഞായറാഴ്ചയും കൂടെ പറയുമ്പോഴേക്കും നിങ്ങളുടെ തലയിൽ എവിടെയോ എന്തോ സാധനം കൂടെ കയറും. എന്തോ ഇയാൾ പറഞ്ഞു വരുന്നത് പിടികിട്ടിക്കോളും. മനസ്സിലാവുന്നവരെ ഞാൻ പറയും. വേഗത്തിൽ മനസ്സിലാക്കിയാൽ ഞാൻ പറച്ചിൽ നിർത്തും.
truth gives you revelation. സത്യം നിങ്ങൾക്ക് വെളിപ്പാടിനെ കൊണ്ടുവരും. Revelation lead you to the enlightenment. വെളിപ്പാട് നിങ്ങൾക്ക് വെളിച്ചത്തെ കൊണ്ടുവരും. And once you are in enlightenment, you will know who you are. ആ വെളിച്ചം നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തരും. Or your identity. നിങ്ങളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം. Once you know who you are, then you know what is your rights. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ നിങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായി Once you know your rights, your prayer will be different. നിങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറും. You will never cry for your supernatural. Supernatural become a right for you. നിങ്ങൾ അസാധാരണത്തിന് വേണ്ടി കരയത്തില്ല, പകരം അസാധാരണത നിങ്ങളുടെ അവകാശമായി മാറുവാനിടയാകും. But if you don't know your right, you will cry for the supernatural. നിങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അസാധാരണത്തിന് വേണ്ടി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും. But when you know your rights, supernatural will become a normal to you because it is for you. It's created for you. എപ്പോഴാണോ നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അസാധാരണത നിങ്ങളുടെ ജീവിത രീതിയാകും. കാരണം അത് നിങ്ങൾക്ക് വേണ്ടി ഉളവാക്കപ്പെട്ടതാണ്. When you know your identity, you never live in your past. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ പഴയകാല ജീവിതത്തിൽ നിങ്ങൾ തുടരത്തില്ല. You liberated from your past. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാനിടയാകും. You liberated from your past. നിങ്ങളുടെ പഴയകാല ജീവിതത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാനിടയാകും. When I was born again in a charismatic group, ഞാൻ കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ ഞാൻ വീണ്ടും ജനിക്കാനിടയായപ്പോൾ the third retreat I attended was inner healing retreat. ഞാൻ മൂന്നാമത്തെ ധ്യാനം കൂടിയത് അത് ആന്തരിക സൗഖ്യത്തിന്റെ ധ്യാനമായിരുന്നു. Sister Usha conducting inner healing retreats. സിസ്റ്റർ ഉഷ നേതൃത്വം നൽകിയ ആന്തരിക സൗഖ്യത്തിന്റെ ക്ലാസ് ധ്യാനമായിരുന്നു. It was very powerful. അത് വളരെ ശക്തിയുള്ളതായിരുന്നു. It has helped my wounds, അത് heal my wounds. എന്റെ ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കാൻ അത് ഇടയാക്കി. So whenever I saw a person with wounds, I asked them to go to a inner healing retreat. മനസ്സിന് മുറിവുള്ള മനുഷ്യരെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയായിരുന്നു ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പോകണമെന്ന്. Now I normally won't say like that. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറില്ല. Can you ask me why? നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമോ എന്തുകൊണ്ടാണെന്ന്? Once you know who you are in Christ Jesus, ഒരിക്കൽ നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ you liberated from your past. Amen. നിങ്ങളുടെ പഴയകാല ജീവിതത്തിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാനിടയായി. That means you will take out of your wounds and you receive healing. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുറിവിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്ക് സൗഖ്യം നൽകപ്പെട്ടിരിക്കുകയാണ്. The word will empower your mind. നിങ്ങളുടെ ദൈവവചനം നിങ്ങളുടെ മനസ്സിനെ ശക്തീകരിക്കാനിടയാകും. That's lead you to supernatural. അത് നിങ്ങളെ അസാധാരണത്തിലേക്ക് നിങ്ങളെ നടത്തുവാനിടയാകും. So refuse to accommodate anything contrary what God's word say about you. ദൈവവചനം നിന്നെക്കുറിച്ച് പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എതിർത്ത് നിൽക്കണം. Say to your neighbor, apply the word of truth in your life. ദൈവിക സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, പ്രാവർത്തികമാക്കിയാട്ടെ. Then divine wisdom will work in you. എന്നാൽ ദിവ്യനായ ജ്ഞാനം നിങ്ങളിൽ ദൈവിക ജ്ഞാനം നിങ്ങൾ വർദ്ധിക്കുവാനിടയാകും. Then you can exercise the divine authority too. അപ്പോൾ നിങ്ങൾക്ക് ദൈവികമായ അതോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനിടയാകും. Then you can walk in the fullness of God. നിങ്ങൾ അപ്പോൾ ദൈവികത്തിന്റെ പൂർണ്ണതയിൽ നിങ്ങൾ നടക്കാനായി തുടങ്ങും. Then you will see the blessings of God follows you. അപ്പോൾ നിങ്ങൾ കാണാനായി സാധിക്കും ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നത്. That is called the inheritance of life. അതാണ് ദൈവിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. I'm going to make it simple. ഞാൻ വളരെ ലളിതമാക്കാൻ പോകുന്നു. Last week we start with John chapter 1 verse 12. നമ്മൾ കഴിഞ്ഞ ആഴ്ച യോഹന്നാൻ 1:12 തുടങ്ങാനിടയായി. Let's turn to the same scripture. നമുക്ക് അതിലേക്ക് നമുക്ക് പോകാം. It is written അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. But to all who did receive him, who believe in his name, he gave the right to become the children of God. Is it a promise or it is a truth? അതൊരു വാഗ്ദത്തമാണോ അത് സത്യമാണോ? യോഹന്നാന്റെ സുവിശേഷം 1:12 എന്താണ്? പ്രോമിസ് ആണോ സത്യമാണോ? സത്യമാണെന്നുള്ളവരുന്ന കരങ്ങൾ ഉയർത്തി കാണിച്ചേ. ഇനി അത് പ്രോമിസ് ആണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ?
എൻ്റെ ദൈവമേ കൈ പൊക്കിയ എനിക്കൊരു ധൈര്യം വരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കൈ പൊക്കിയ ചങ്കിടിച്ചു പോകും. അതുകൊണ്ട് വേണ്ട. സത്യമാണ്. നിങ്ങൾ യേശുവിനെ എപ്പോൾ സ്വീകരിച്ചോ നിങ്ങൾ ആരായി തീർന്നു? ദൈവത്തിന്റെ മോനായി. അങ്ങനെ പറയുന്നവരുന്ന കൈ അടിച്ച് ആമേൻ പറഞ്ഞേ. Say to your neighbor, you are a child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്. Say to your neighbor, you are the child of God. You are a child of നീ God. ദൈവത്തിന്റെ പൈതലാണ്. Next word, the same scripture last week we read, First John chapter 3 verse 1 and 2. 1 യോഹന്നാൻ 3:1-2. It is written, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. Now it is written, and so we are. നമ്മളിപ്പോൾ ദൈവമക്കളാണ്. പറഞ്ഞേട്ടെ, നമ്മളിപ്പോൾ ദൈവമക്കളാണ്. പ്രിയമക്കളെ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. എല്ലാവരും കരമുയർത്തി പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്. എല്ലാവരും ഒരിക്കൽ കൂടെ പറ, I am the child of God. ഞാൻ ദൈവത്തിന്റെ മകനാണ്. We are the children of God. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. കരമുയർത്തി പറ, we are the children of God. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. So we know we are the children of God now. നമുക്കറിയാം നമ്മളിപ്പോ ദൈവത്തിന്റെ മക്കളാണ്. That is not a promise. അതൊരു വാഗ്ദത്തമല്ല. That is a truth. അതൊരു സത്യമാണ്. You have to build your mind, or you are here to build your life according to this scripture. ഈ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് വേണം നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ ജീവിതത്തെ പണിയുവാനായി. This is a truth. ഇത് സത്യമാണ്. You have to align this truth നിങ്ങൾ ഈ വചനത്തോട് ചേർന്ന് നടക്കണം. to build your mind and thoughts and life with this truth. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ജീവിതം ഈ സത്യത്തിന് അടിസ്ഥാനപ്പെട്ട് വേണം നിങ്ങൾ പണിയുവാൻ. When you know you are a child of God, നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെന്ന് തിരിച്ചറിയുന്നത്, you are saying, Lord God is my father. നിങ്ങൾ എപ്പോഴാണോ ദൈവത്തിന്റെ പൈതലെന്ന് തിരിച്ചറിയുന്നത്, നിങ്ങൾ പറയുകയാണ്, പിതാവാൻ ദൈവം എന്റെ പിതാവാണെന്ന്. He is your father. അവൻ നിന്റെ പിതാവാണ്. Once you build your relationship with your father, എപ്പോഴാണോ നിന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ നീ പണിയാൻ ഇടയാകുന്നത്, what are belong to him, it belong to you also. Amen. അവനിൽ എപ്പോഴാണോ നിന്റെ ബന്ധം അവന് പണിയാനായി തുടങ്ങുന്നത്, അപ്പോൾ മുതൽ അവനിൽ എന്തൊക്കെയാണോ അടങ്ങിയിരിക്കുന്നത് അതെല്ലാം നിന്റേതായി തീരുവാൻ ഇടയാകും. No need to cry to get it. അത് ലഭിക്കാൻ വേണ്ടി നീ കരയേണ്ട No ആവശ്യമില്ല. need to fast to get it. അതിനുവേണ്ടി നീ ഉപവസിക്കേണ്ട ആവശ്യമില്ല. It is already yours. അത് നിന്റേതാണ്. You have to grow in your maturity, then automatically it comes to you. അത് നിന്റെ പക്വതയിൽ നീ വളരേണ്ട മാത്രം ആവശ്യമേ ഉള്ളൂ. അത് നിന്നിലേക്ക് വന്നു ചേരുവാൻ It is not a promise to you, it is your inheritance. അത് നിന്റെ വാഗ്ദത്തമല്ല, അത് നിന്റെ അവകാശമാണ്. We consider our inheritance like promises. നമ്മുടെ അവകാശങ്ങളെ നമ്മൾ കണക്കാക്കുന്നത് അത് വാഗ്ദത്തമായിട്ടാണ്. No. That is my inheritance. അതെന്റെ അവകാശമാണ്. For outside people that is a promise, but inside it is not a promise, it is my inheritance. പുറത്തുള്ള വ്യക്തിക്ക് അത് വാഗ്ദത്തമാണ്, എന്നെ അകത്തായിരിക്കുന്ന എനിക്ക് അത് വാഗ്ദത്തമല്ല, അത് എന്റെ അവകാശമാണ്. Today I am giving more examples, not more words. ഞാൻ കൂടുതൽ ഉദാഹരണങ്ങളാണ് പറയുന്നത്, ഇന്ന് വചനങ്ങളല്ല. Next week I will make sure I will give the word for examples. ഈ ഉദാഹരണങ്ങൾക്കെല്ലാം അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആ വചനം തരുവാനാണ്. Because I am giving a shock treatment. കാരണം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് തരുന്നത്. Because you are all Christians are thinking these scriptures all promises to me. നമ്മൾ എല്ലാവരും, എല്ലാ ക്രിസ്ത്യാനികളും ചിന്തിക്കുന്ന ഈ എഴുതിയിരിക്കുന്ന വാക്യങ്ങളെല്ലാം എന്റെ വാഗ്ദത്തങ്ങളാണെന്നാണ്. For Christians maybe it's promise, but for me it is not a promise, it is my inheritance, because Lord God is my father. പല ക്രിസ്ത്യാനികൾക്ക് അതൊരു വാഗ്ദത്തമായിരിക്കാം, പക്ഷേ എനിക്ക് അത് അങ്ങനെയല്ല, അതെന്റെ അവകാശമാണ്. കാരണം പിതാവായ ദൈവം എന്റെ അപ്പനാണ്. Because believers are build their life and mind based on the promises. വിശ്വാസികളെല്ലാം അവരുടെ മനസ്സിനെ പണിയാൻ ഇടയായത് വാഗ്ദത്തങ്ങളിലാണ്. But we are not based on the truth. അവര് ഒരിക്കലും സത്യങ്ങളുടെ അടിസ്ഥാനപ്പെട്ടല്ല ഇരിക്കുന്നത്. We are flowing with the prophets. നമ്മൾ പ്രവാചകന്മാരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. And we love to hear prophecies. നമുക്ക് പ്രവചനങ്ങൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. Listen, I'm getting into inside little more. ഞാൻ കുറച്ചും കൂടി ആഴത്തിലേക്ക് പ്രവേശിക്കുകയാണ്. I am going to prophesy over him now. ഞാൻ വിഷ്ണുവിനോട് ഇപ്പോൾ പ്രവചിക്കാൻ പോകുന്നു.
next year this time you are going to receive a wonderful house. അടുത്ത വർഷം ഈ സമയം നീ ഒരു മനോഹരമായ വീട് കാണാനായി പോകുന്നു. Is it a promise or not? ഞാൻ വിഷ്ണുവിനോട് പ്രവചിക്കുകയാണ്, അത് വാഗ്ദത്തമാണോ അല്ലയോ? I am prophesying over him. Joseph's are going to see a wonderful new house in coming 2028. It's going to happen. 2028 ജോസഫ് സാർ ഒരു പുതിയ വീട് കാണാനായി പോകുന്നു ഞാൻ പ്രവചിക്കുകയാണ്. For him it is a promise. ജോസഫ് സാറിന് അതൊരു വാഗ്ദത്തമാണ്. And he is saying God is going to give me a new house. Pastor John Daru prophesy. ജോസഫ് സാർ പറയും എനിക്ക് ദൈവം ഒരു പുതിയ വീട് തരാനായി പോകുന്നു, കാരണം ജോൺ ദാരു ബ്രദർ എന്നോട് പ്രവചിച്ചു. But it is a wrong understanding. അത് തെറ്റായ മനസ്സിലാക്കലാണ്. Prophecy means പ്രവചനം എന്ന് പറയുന്നത് it is an insight of what God is planning for him. ദൈവം എന്താണോ സാറിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. ദൈവം സാറിനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശത്തെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് ആണ് വാസ്തവത്തിൽ പ്രവചനം. അതിന്റെ ഒരു വെളിപ്പാടാണ്. എന്ന് പറഞ്ഞ 2028 ദൈവം ജോസഫ് സാറിന് വേണ്ടിയിട്ട് ഒരു വീട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇതുവരെ ഇത് മനസ്സിലായില്ല, ഞാനത് മനസ്സിലാക്കി കൊടുത്തു എന്നത് മാത്രമേ ഉള്ളൂ. Are you listening to me or not? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Don't think I am giving a new plan to Joseph sir. നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ഒരു പുതിയ പദ്ധതി ജോസഫ് സാറിന് കൊടുക്കുകയാണ്. Is absolutely not a new thing. അതൊരു പുതിയ കാര്യമേ അല്ല. Is already a pre-planned. അത് നേരത്തെ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. God is already pre-planned to give him a new house. ദൈവം നേരത്തെ 2028 ജോസഫ് സാറിന് പുതിയ വീട് കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. God is revealing me this time he is going to receive it. ദൈവം അത് എനിക്ക് വെളിപ്പെടുത്തി തരിക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ അത് പറയുന്നു. I am sharing God's pre-plan about him. എന്ന് വെച്ചാൽ ഞാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. If I am prophesy or not, he is going to receive the house in 28 because it is a pre-plan for him. ഞാൻ പ്രവചിച്ചാലും പ്രവചിച്ചില്ലെങ്കിലും 2028 സാറിന് ആ വീട് ലഭിക്കാൻ ഇടയാകാൻ കാരണം അത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. Prophets can't do anything in New Testament. Prophets can't not reveal anything in New Testament. പുതിയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് പുതിയതായി ഒന്നും വെളിപ്പെടുത്തി കൊടുക്കാനില്ല. പുതിയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് പുതിയ സാധനം ഒന്നും കൊടുക്കാനില്ല. കാരണം ആൾറെഡി ഉണ്ടാക്കി വെച്ചതാ, ആൾറെഡി ചെയ്തു വെച്ചതാ, ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനേ ഉള്ളൂ. നിങ്ങൾ എന്റെ കൂടെ എത്താൻ പറ്റിയോ? ഒരു നല്ല ആമീൻ പറയോ? That's why 1 Corinthians chapter 2 verse 9 says, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:9 പറയുന്നത്, nor eye says, not ear heard, and no heart received. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. But next word is saying is different. അടുത്ത വാക്ക് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. We know this thing in our spirit. ഇത് സർവ്വത് എന്റെ ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാം. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, പക്ഷെ എന്റെ ആത്മാവിൽ അത് എനിക്ക് അറിയാവുന്ന. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? But what happened to the church? എന്താണ് സഭയ്ക്ക് സംഭവിച്ചത്? Our people we are not receiving anything direct from God. നമ്മൾ ദൈവത്തിൽ നിന്ന് ഒന്നും നേരിട്ട് പ്രാപിക്കുന്നില്ല. We need prophets. നമുക്ക് പ്രവാചകന്മാർ ആവശ്യമാണ്. To reveal what God going to do for me. എനിക്ക് വേണ്ടി ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി തരുവാൻ. നീ കേൾക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ ഗതികേട് കൊണ്ട് നിന്നെ കേൾപ്പിക്കുന്നതാണ്. അപ്പൊ കേൾക്കുന്നവർക്കോ, ലിസൺ, കേൾക്കുന്നവർക്കോ അത് അവരെ വീണ്ടും ഉറപ്പിക്കുന്നതാണ്. Those who listen God,
ദൈവത്തെ ശ്രദ്ധിക്കുന്നവർക്ക് it's a reconfirmation. അത് വീണ്ടും ഒരു ഉറപ്പിക്കലാണ്. Those who are not receiving from God, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാത്തവർക്ക് God is compelled to say, this is what going to give you, God, this is what I'm going to do for you. ദൈവം നിർബന്ധിതനാകുവാണ് പ്രവാചകനിലൂടെ ഇതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു തരുവാൻ. I don't know your spiritual maturity. എനിക്ക് നിങ്ങളുടെ ആത്മീയ പക്വത അറിയത്തില്ല. If you are growing in spiritually, no prophets can say a new thing to you. You know this is thing, these are the things going to happen. He will reconfirm to you. നിങ്ങൾ ആത്മീയ പക്വതയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ഒരു പ്രവാചകന്മാർക്ക് നിങ്ങൾക്ക് പുതിയതായി ഒന്നും തരുവാനായി സാധിക്കത്തില്ല. നിങ്ങളോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് ആയിട്ടൊന്ന് കൺഫേം ചെയ്തു തരാൻ മാത്രമേ സാധ്യമാവുള്ളൂ. Hallelujah. But in Old Testament is different. പക്ഷേ പഴയ നിയമത്തിൽ അത് വ്യത്യാസമാണ്. Old Testament so many things are hidden for the people. പഴയ നിയമത്തിൽ ആൾക്കാർക്ക് പലതും മറച്ചു വെച്ചിരുന്നു. Because they don't have the spirit of God. കാരണം അവർക്ക് ദൈവത്തിന്റെ ആത്മാവില്ലായിരുന്നു. But New Testament, പക്ഷേ പുതിയ നിയമത്തിൽ Holy Spirit, പരിശുദ്ധാത്മാവ്, the mind of God, ദൈവത്തിന്റെ മനസ്സ്, the spirit of God ദൈവത്തിന്റെ ആത്മാവ് is in us. ഇപ്പോ എന്റെ അകത്താണ്. So we know everything. ഇപ്പോ എനിക്ക് സർവ്വതും അറിയാം. We can know everything. എനിക്ക് എല്ലാം അറിയാൻ സാധിക്കും. Nothing is hidden from me. എനിക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല. കൈയടിക്കേ ഹല്ലേലൂയ പറ. In Old Testament is different. പക്ഷേ പഴയ നിയമം വ്യത്യാസമാണ്. The things are hidden from the people. ആൾക്കാരിൽ നിന്ന് അത് മറച്ചു വെച്ചിട്ടുണ്ട്. So prophets need to share what is going to happen to you. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് പറയേണ്ടി വന്ന എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. New Testament, പക്ഷേ പുതിയ നിയമം everything we know. എല്ലാം എനിക്കറിയാം. If you miss to listen God, a prophet can come and help you. നീ ദൈവത്തെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടാൽ മാത്രമാണ് പ്രവാചകൻ വന്ന് നിന്നോട് അത് വെളിപ്പെടുത്തി തരേണ്ടത്. Why it is happen? എന്താണ് സംഭവിക്കുന്നത്? Because it is not a promise, it is a pre-plan for me. It is already done deal for me. It is already given to me everything for life and godliness. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എന്റെ വാഗ്ദത്തമല്ല, അത് എനിക്ക് മുന്നേ നിർണയിക്കപ്പെട്ടതാണ്, അത് മുന്നേ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്, അത് എനിക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓ എന്നെ ബ്യൂട്ടി അല്ലേ എന്ന് പറഞ്ഞ പുതിയ നിയമത്തിൽ ദൈവം എനിക്ക് എല്ലാം തന്നിരിക്കുകയാണ്, ഒരുക്കി വെച്ചിരിക്കുകയാണ് സൽപ്രവർത്തികൾക്കായി. സൽപ്രവർത്തികൾക്കായി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അവൻ മുന്നമേ ചെയ്തു വരേണ്ടതിനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഇവിടെ എത്തിയപ്പോ ഒരു സൽപ്രവൃത്തി വെളിപ്പെട്ടു, അത് ദൈവം നേരത്തെ ഒരുക്കി വെച്ചതാ. ഇവിടെ എത്തിയപ്പോ അടുത്ത സൽപ്രവൃത്തി വെളിപ്പെട്ടു, ദൈവം നേരത്തെ ഒരുക്കി വെച്ചതാ. ഇവിടെ എത്തിയപ്പോ അടുത്തത് വെളിപ്പെട്ടു, നേരത്തെ ഒരുക്കി വെച്ചതാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് ആ ഇരിക്കുന്നത് എനിക്ക് പ്രോമിസ് അല്ലാത്തത്. ഞാൻ അങ്ങോട്ട് നടന്നു ചെന്നാൽ മതി, എനിക്ക് വേണ്ടി അത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. കൈയടിക്കേ ഹല്ലേലൂയ പറ. Everything is already prepared for your future. Just go and take it and own it. That is the Christian life. നിന്റെ ഭാവിക്ക് വേണ്ട സർവ്വ കാര്യങ്ങളും അവൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നീ പോയി അതിനെ എടുത്ത് അനുഭവിക്കുക അത്ര ചെയ്യേണ്ടത്. Listen, I will give an example. When I was preparing to buy a land for Anjal Church, ഞാൻ അഞ്ചൽ ചർച്ചിന് വേണ്ടി ഒരു സ്ഥലം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ so I searched everywhere in each corner of Anjal. I not able to find. ഞാൻ അഞ്ചലിലെ മുക്കും മൂലയിലും അത് അന്വേഷിച്ചു, എനിക്ക് കണ്ടെത്താനായി സാധിച്ചില്ല. But that night while I was praying, ഒരു രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് I saw a vision. ഞാൻ ഒരു വെളിപ്പാട് കാണുവാനിടയായി. A small church, ഒരു കുരിശടി. In front of that small church a very big road is going on. ആ കുരിശടിയുടെ മുമ്പിൽ ഒരു വലിയ വഴി എനിക്ക് കാണുവാനായി സാധിച്ചു. Opposite of that church I saw Jesus World. ആ കുരിശടിക്ക് land for the Jesus World. ആ കുരിശടിക്ക് എതിർവശത്തായിട്ട് ജീസസ് വേൾഡിന്റെ ഒരു സ്ഥലം ഞാൻ കണ്ടു. I started to search the small church. ഞാൻ ആ കുരിശടി ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. Finally I found it.
അവസാനം ഞാൻ അത് കണ്ടെത്തി. But there is no road, there is no something there, only paddy field. അതിന് എതിർവശത്തായിട്ട് യാതൊരു വഴിയില്ല, അത് നെൽവയൽ മാത്രമായിരുന്നു. I stand in front of the small church. ഞാൻ ആ കുരിശടിക്ക് മുമ്പിൽ പോയി നിന്നു, Close my eyes എന്റെ കണ്ണുകൾ അടച്ചു. and ask Lord, why you are showing this? ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തിനാണ് എന്നെ ഇത് കാണിക്കുന്നത്? Suddenly God show me that paddy field become a road. ഞാൻ ഉടനെ അത് കാണുവാനിടയായി ആ നെൽവയൽ ഒരു റോഡായി മാറുന്നത്. That along with the side of that road, our church building is going on. ആ റോഡിന്റെ സൈഡിൽ ചർച്ചിന്റെ ബിൽഡിംഗ് വരുന്നത് ഞാൻ കണ്ടു. When I bought the land, there was no road in that land. Amen. ഞാൻ ആ സ്ഥലം വാങ്ങിച്ച സമയത്ത് ആ ഭാഗത്ത് ഒരു റോഡ് ഇല്ലായിരുന്നു. But I prophesy to my church people, a road is coming beside our land. ഞാൻ Amen. പക്ഷേ ചർച്ചിൽ പ്രവചിക്കുവാനിടയായി ഈ സ്ഥലത്തിന് സൈഡിലായിട്ട് ഒരു റോഡ് വരാനായി പോകുന്നു. Tell me, this is a prophecy or pre-plan? നിങ്ങൾ എന്നോട് പറഞ്ഞാട്ടെ, ഇത് പ്രവചനമാണോ അത് നേരത്തെ മുൻനിർണയിക്കപ്പെട്ടതാണോ? It's a pre-plan. God revealed, this is our plan, go and take it. That's all. ഇത് മുൻനിർണയിക്കപ്പെട്ടതാണ്. ദൈവം പറഞ്ഞു, ഇതാണ് എന്റെ പ്ലാൻ, നീ അത് പോയി അനുഭവിക്കുക. I'll give you one more example. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയുന്നു. 2004 God spoke to me, I'm going to send you the nations. ഞാൻ 2004 ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ രാജ്യങ്ങളിലേക്ക് അയക്കാനായി So പോകുന്നു. go and study English. പോയി ഇംഗ്ലീഷ് പഠിക്കാനായി പറഞ്ഞു. So I and brother Anish went to study in English in a tutorial college in Punalur. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുനലൂർ ട്യൂട്ടോറിയൽ കോളേജിൽ പോയി ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിച്ചു. First day, ആദ്യത്തെ ദിവസം teacher came to study, so taught me. ആ ടീച്ചർ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. While she started to open and started to taught me, suddenly the demon manifest from the teacher. ആ ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ ആ ടീച്ചറിന്റെ മുകളിൽ ദുരാത്മ ശക്തി ഇളകി. I cast out the demon. ഞാൻ ദുരാത്മാവിനെ പുറത്താക്കി. The class is finished. ആ ക്ലാസ് അന്നത്തോടെ തീർന്നു. Next day I come, he say, I don't want to teach him because he higher than me, so leave him. അടുത്ത ദിവസം വന്ന് ഞാൻ പഠിക്കാൻ ചെന്നപ്പോ ആ ടീച്ചർ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കത്തില്ല, അദ്ദേഹം എന്നെക്കാട്ടി വലിയ ആളാണ്, അതുകൊണ്ട് ഞാൻ അത് വിട്ടുപോകുന്നു. Head of the tutorial person came. അപ്പോഴാണ് ആ ട്യൂട്ടോറിയലിന്റെ ഉടമസ്ഥൻ വരുവാനിടയായത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. While we talk again, the demon manifested from that person also. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു, ആ വ്യക്തിയിൽ നിന്ന് ദുരാത്മശക്തി ഇളകുവാനിടയായി. I cast out the demon. ഞാൻ ആ ദുരാത്മശക്തിയെ പുറത്താക്കി. I went to study. ഞാൻ പഠിക്കാനാണ് പോയത്. The classroom became a ministry room. ആ ക്ലാസ് റൂം ഒരു ശുശ്രൂഷ മുറിയായി മാറ്റപ്പെട്ടു. That day I have a pride. ഞാൻ ആ ദിവസം എനിക്കൊരു ചെറിയ അഹങ്കാരം തോന്നി. I fall in pride. ഞാൻ ഒരു അഹങ്കാരത്തിലേക്ക് വീണു. That I think no need to study, because I have a great ministry. That's why when I am there, the demon manifests. No need to go to studies. എനിക്ക് അപ്പോഴും തോന്നി, എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് വലിയ ശുശ്രൂഷയാണ് ഉള്ളത്, അതിലേക്കാണ് എന്നെ നയിക്കുന്നത്, എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. God's intention was different. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി എന്ന് വ്യത്യസ്തമായിരുന്നു. Now I know it's his intention. എനിക്കിപ്പോ ദൈവത്തിന്റെ പദ്ധതി അറിയാം. So the teacher must respect me. That was my God's intention. But I take it granted and think I take it granted. That's why I am misled. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആ ടീച്ചറിന് എന്നോട് ഞാൻ ഒരു ദൈവമനുഷ്യൻ എന്നുള്ളൊരു ബഹുമാനം തോന്നണം എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. എനിക്ക് കുറച്ച് അഹങ്കാരം, എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന തോന്നലാണ് ഉണ്ടായത്. I fall in pride. എനിക്ക് ചെറിയ അഹങ്കാരം തോന്നി. 3-4 years back I learned I was fall in pride. 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അന്നൊരു അഹങ്കാരത്തിലാണ് വീണത്. I am struggling to learn English. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. 2004 that's what happened. 2004 അത് സംഭവിച്ചത്. 2004 end of the 2004 God gave me an opportunity to preach in Chenganur. 2004 അവസാന സമയങ്ങളിൽ ചെങ്ങന്നൂരിൽ എനിക്കൊരു ശുശ്രൂഷ നടത്താൻ ദൈവം അവസരം തന്നു. I went to that meeting. ഞാൻ ആ മീറ്റിംഗിലേക്ക് കടന്നുപോയി. After the meeting I prayed over a sister. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. I prophesied your asthma is going to heal. ഞാൻ അവരോട് പ്രവചിച്ചു, നിങ്ങളുടെ ആസ്മ മാറിപ്പോകുന്നു. I came back from there. ഞാൻ അവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക് വന്നു. 2 days after a phone call came from there. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് ഒരു ഫോൺ വിളി എനിക്ക് വന്നു. The person who called me say I am Margaret. I'm calling from Thailand. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വിളി വന്നു. അവർ പറഞ്ഞു, ഞാൻ മാഗ്രറ്റ് ആണ്, ഞാൻ തായ്ലൻഡിൽ നിന്നാണ് വിളിക്കുന്നത്. 2 days before you pray for my lungs, I am healed. Please come and help in Thailand. അവർ പറഞ്ഞു, 2 ദിവസം മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ലങ്സ് സൗഖ്യമായി, അതുകൊണ്ട് നിങ്ങൾ തായ്ലൻഡിലേക്ക് ശുശ്രൂഷയ്ക്ക് കടന്നു വരണം. I went to Thailand with my translator. ഞാൻ തായ്ലൻഡിലേക്ക് കടന്നുപോയി എൻ്റെ ട്രാൻസ്ലേറ്ററുമായിട്ട്. I was there in Thailand
with my translator, 32 nations opens for me. ഞാൻ ട്രാൻസ്ലേറ്ററുമായിട്ട് കടന്നുപോയ ആ മീറ്റിംഗിൽ 32 രാജ്യങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു വന്നു. After I came from Thailand, I went to South Africa. ഞാൻ തായ്ലൻഡിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പിന്നെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. Slowly I rushed with my translator. ഞാൻ എപ്പോഴും എന്റെ ട്രാൻസ്ലേറ്ററുമായിട്ട് രാജ്യങ്ങൾ സഞ്ചരിച്ചു. 2007 my translator started to earning money behalf of me. 2007 എനിക്കൊരു കാര്യം മനസ്സിലായി, ട്രാൻസ്ലേറ്റർ എന്നെ മുതലാക്കി പണം സമ്പാദിക്കുന്നു മനസ്സിലായി. She borrowed money from all where we went. ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പൈസ കടം വാങ്ങിക്കാനായി So തുടങ്ങി. I forced to change my translator. ഞാൻ അതുകൊണ്ട് എന്റെ ട്രാൻസ്ലേറ്ററെ മാറ്റേണ്ട അവസ്ഥ എനിക്ക് വന്നു. God spoke to me, John, do you remember 2004 I spoke to you, learn English. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടോ ജോണേ, 2004 ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇംഗ്ലീഷ് പഠിക്കാനായി. It is not a prophecy. അതൊരു പ്രവചനമല്ലായിരുന്നു. He revealing the pre-plan. അത് ദൈവത്തിന്റെ പ്രീ പ്ലാന് അത് മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. I take it as a prophecy. ഞാൻ അത് പ്രവചനമായിട്ടാണ് I ഏറ്റെടുത്തത്. hold the prophecy. ഞാൻ ആ പ്രവചനത്തെ മുറുകെ And പിടിച്ചു. pray for the prophecy. ഞാൻ ആ പ്രവചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. Lord, ദൈവമേ, Lord, ദൈവമേ, you are promised to me. നീ എന്നോട് വാഗ്ദത്തം You are going ചെയ്തതാണ്, to send me to the nations. നീ എന്നെ രാജ്യങ്ങളിലേക്ക് അയക്കുമെന്ന്. It's not a promise, brother. It's a pre-plan, brother. അതൊരു വാഗ്ദത്തമല്ല സഹോദര, അത് നിന്നെ കുറിച്ചുള്ള പുനർനിർണയിക്കപ്പെട്ട പദ്ധതിയാണ്. You met Margaret. It is a pre-plan, brother. ആ മാഗ്രറ്റിനെ കണ്ടുമുട്ടിയത് അത് ദൈവത്തിന്റെ മുൻനിർണയമാണ്. You went to Thailand. It is a pre-plan, brother. തായ്ലൻഡിലേക്ക് പോയത് മുൻനിർണയമാണ്. You went to South Africa. It is a pre-plan, brother. സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് അത് മുൻനിർണയമാണ്. 2008, I was in South Africa. God revealed me. You are that place. I was conducting a crusade. After the crusade, God spoke to me. Here, you are going to receive a new church. You are going to build a new church. Your name, in Jesus' world name. 2008 ഞാൻ സൗത്ത് ആഫ്രിക്ക പോയ സമയത്ത് അത് ക്രൂസൈഡിനാണ് കടന്നു പോയത്. പക്ഷേ ആ സമയത്ത് ദൈവം എന്നോട് സംസാരിക്കാനിടയായി, ഈ സ്ഥലത്ത് നിനക്ക് നിന്റെ പേരിൽ ഒരു സഭ ഉണ്ടാകാനായി പോകുന്നു, ജീസസ് വേൾഡിന്റെ പേരിൽ. I spoke to my wife. We are going to see a church. We are going to see our church in South Africa coming days. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കാനിടയായി, ഈ വരുന്ന നാളുകളിൽ നമ്മുടെ സ്വന്തമായ ഒരു ചർച്ച് സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ It's ഉണ്ടാകാൻ not a പോകുന്നു. prophecy. It is a pre-plan. അതൊരു പ്രവചനമല്ലായിരുന്നു. It is not a prophecy. It is a pre-plan. അത് പ്രവചനമല്ല, അതൊരു പ്രീ പ്ലാൻ ആയിരുന്നു. That means everything is prepared for you. എന്ന് വെച്ചാൽ സർവ്വതും നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. It's revealing through the prophets. അത് പ്രവാചകനിലൂടെ നിനക്ക് മനസ്സിലാക്കി തരികയാണ് Revealing ചെയ്യുന്നത്. through your spirit. നിന്റെ ആത്മാവിലൂടെ അത് മനസ്സിലാക്കി തരികയാണ്. Revealing when you are reading the Bible. നീ വചനം വായിക്കുന്ന സമയത്ത് അത് നിനക്ക് മനസ്സിലാക്കി That തരികയാണ്. means you are connecting with your pre-plan. എന്ന് വെച്ചാൽ നീ ബൈബിൾ വായിക്കുന്ന സമയത്ത് നിന്നെ Church, give a praise offering. മുൻനിർണയിക്കപ്പെട്ടതുമായിട്ട് നീ കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. Praise the Lord. Praise the Lord. Come on, church, praise the Lord. Praise the Lord. So that means when you are connecting with the pre-plan, don't consider it is a prophetic fulfillment. നീ ദൈവം മുന്നയിക്കപ്പെട്ടതുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നീ ചിന്തിക്കരുത് അത് നിന്റെ ഒരു പ്രവചനമാണെന്ന്. പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ് എന്ന് നീ ചിന്തിക്കരുത്. ദൈവത്തിന്റെ പ്ലാനിലേക്ക് നീ കടക്കുക ചെയ്തതാ. കഴിഞ്ഞു മറന്നിടുന്ന നിങ്ങൾ തിരിച്ചു വരുവാണോ? ലാസ്റ്റ് വീക്ക് my dear Vishnu brother spoke to me. This year God is going to give. That's what my thought. Pastor, you break every thought. കഴിഞ്ഞ ആഴ്ച വിഷ്ണു ബ്രദർ എന്നോട് സംസാരിച്ചു, ഈ വർഷം ദൈവം ഇന്ന കാര്യങ്ങൾ എനിക്ക് തരാനായി പോകുന്നു. അതാണ് എനിക്ക് ഈ ചിന്തകളെ തകർക്കുവാനിടയാക്കിയത്. നമ്മുടെ ഉള്ളിലെ പലരുടെയും ഉള്ളിലെ ചിന്ത, ദൈവം എനിക്കിത് തരാൻ പോകുന്നു, കർത്താവേ നീ എനിക്ക് തന്നതിനായി സ്തോത്രം. ആദ്യം നമ്മൾ തരാൻ വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവേ നീ തരണമേ. പിന്നെ ഇപ്പൊ പാസ്റ്റർ പഠിപ്പിക്കുന്നത് തന്നതായി എന്നുള്ള, അതുകൊണ്ട് തിരിച്ചു പിടിക്കും, കർത്താവേ തന്നതിനായി സ്തോത്രം. ഇതിൽ ഏതാ പറയേണ്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് പറയും തന്നതിനായി സ്തോത്രം, തരുന്നതിനായി നന്ദി, തന്നതിനായി സ്തോത്രം. എൻ്റെ പൊന്നെ, ഒപ്പം ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? I am trying to build you up. നിങ്ങളെ ഞാൻ പണിയാൻ ശ്രമിക്കുകയാണ്. So once you know this is not a promise for me, this is a inherit. How to pray and possess your inheritance. ഇത് എൻ്റെ വാഗ്ദത്തമല്ല, ഇത് അവകാശമാണെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് ആ അവകാശത്തെ പ്രാപിക്കാമെന്ന് മനസ്സിലാക്കുക. Don't worry, I will taught you how to pray. എങ്ങനെയാണ് അവകാശം പ്രാപിക്കാൻ എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും വരുന്ന ആഴ്ചകളിൽ.
Coming weeks I will teach you how to pray. Sorry. വരുന്ന ആഴ്ചകളിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. Don't worry, you will reach that place. നിങ്ങൾ ആ സ്ഥലത്ത് എത്തുവാനിടയാകും. Let's turn to one more scripture and I will send you. ഒരു വാക്യത്തിലും കൂടെ വന്നിട്ട് നമുക്ക് നിങ്ങളെ പറഞ്ഞു. Romans chapter 8 verse 17. റോമർ 8:17. This is also very big promise. Wait and read. ഇത് വളരെ വലിയൊരു വാഗ്ദത്തമാണ്. നിങ്ങൾ വായിച്ചാട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, ഇത് നമ്മൾ വായിക്കാൻ പോകുന്ന ഭയങ്കര ഒരു വാഗ്ദത്തമാണ്, ശ്രദ്ധിച്ചോണം. അടുത്ത വാക്ക്, മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. And if we are children, then we are heirs also, heirs of God and fellow heirs with Christ. Most of the Christians know this truth. കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് ഈ സത്യം അറിയത്തില്ല. So most of the Christians know this scripture. ഈ വചനം കൂടുതൽ ക്രിസ്ത്യാനികൾക്കും അറിയാം. ഒരു കസാര എടുത്തേ, ജസ്റ്റിനും കൂടെ ആ കസാര എടുത്തോണ്ട് പോവാ. വിഷ്ണു വാ, കുറച്ച് വെയിറ്റ് ഉള്ള ആൾക്കാരെയൊക്കെ ഇരുത്തുന്ന നല്ലത്. അതിനെ മേലോട്ടിരി. Just imagine this is a father God. ഇത് പിതാവാൻ ദൈവം എന്ന് സങ്കല്പിക്കുക. Who is he? ആരാണ്? Read your Bible once again. നിങ്ങളുടെ ബൈബിൾ ഒന്ന് വായിച്ചാട്ടെ. And if we are the children, then we are the heirs also. നമ്മൾ മക്കളെങ്കിലോ അവകാശികളാകുന്നു. Heirs of God, ദൈവത്തിന്റെ അവകാശികളും and fellow heirs with Christ. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. That means he is Father God. ഇത് പിതാവാൻ ദൈവമാണ്. I am the heir of God. ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. Clear? Next word, come, Joe Howard, stand here. Just imagine this is Jesus. ഇത് യേശു എന്ന് കരുതുക. Co-heir with Jesus. ഞാൻ ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശിയാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. പിതാവാം ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അതിന്റെ മുഴുവൻ അവകാശിയാണ് യേശു ക്രിസ്തു. ആണോ അല്ലയോ? പറ. എന്നിട്ട് ദൈവം പറയുവാ, പൊന്നു മോനെ ജോണെ, നിനക്കറിയോ നീ ആരാന്ന്? ഈ അവകാശി അയാളുടെ കൂട്ടവകാശിയാ നീ എന്നാ. ഈ കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? കൂട്ടവകാശി എന്ന് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. എനിക്കും വേണമെങ്കിൽ മൊത്തം എടുക്കാം, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ മൊത്തം എടുക്കാം. അതിന്റെ പേരാണ് കൂട്ട് ബാങ്ക്, ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായെന്നോ അല്ലെന്നോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പിതാവാം ദൈവം സ്വത്ത് വിഭജിച്ച് തന്നു. ഇനി ഏത് പ്രോമിസാ വേണ്ടേ? കണ്ടോ, ഒറ്റ ഒന്നും മിണ്ടാനില്ല. ഉള്ളത് പിതാവിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഞങ്ങൾക്ക് വീതിച്ചു തന്നു. ഇനി എന്തോ ഉണ്ട് തരാൻ പിതാവിന്റെ കയ്യിൽ? ഒന്നുമില്ല. സ്വന്തം പുത്രനായ യേശുവിനെ കൊടുത്തവൻ അതിനോട് കൂടെ സകലതും കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അതിനോട് കൂടെ സകലതും. കൈയടിക്കുന്നവരെ കൈയടിക്കുക, ആമീൻ പറയുന്നവർ ആമീൻ പറ. സകലതും എന്ന് പറഞ്ഞ when I started to believe, from that day onwards I am the fellow heir with Jesus Christ. ഞാൻ എന്ന് മുതലാണോ അവനിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ഞാൻ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി തീരുവാനിടയായി. Whatever the Father has, that all things belong to me also. ഇപ്പോൾ പിതാവിന്റെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. The assets of my father divided to Jesus and for John Daru. Amen. പിതാവിന്റെ കയ്യിലുള്ള അസറ്റ് സമ്പത്ത് മൊത്തം ഇപ്പൊ ജോൺ ദാരുവിനും യേശുവിനായി വിഭജിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വിഭജിച്ച് കിട്ടിയെന്ന് ഉറപ്പുള്ളവരെ ഒന്ന് തുള്ളിച്ചാടിയിട്ട് പറ, എനിക്കും കിട്ടി. Not going to divide you. When you believed in him, it is divided to you also. You are the heirs of God. Not only heirs of God, you are the fellow heir of Jesus.
അത് വിഭജിച്ച് കൊടുക്കുമെന്നല്ല, നിങ്ങൾ എപ്പോഴാണോ ക്രിസ്തുവിൽ വിശ്വസിച്ചത് ആ സമയത്ത് തന്നെ അത് വിഭജിച്ച് കൊടുക്കുവാൻ ഇടയായി. അത് കാരണം നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാണ്. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. അപ്പോഴാ നമ്മൾ പറയുന്നേ, കർത്താവ് എന്നോട് ചിലത് വാക്തത്വം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തം മേടിച്ചിട്ടിരിക്കും, അതിൻ്റെ ഇടയിൽ ഒരാൾ പറയുന്നത് എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പണ്ട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരാൾ ചക്ക ചോദിച്ചു, കർത്താവ് പറഞ്ഞു ആ പറമ്പങ്ങ് എഴുതി തരാമെന്ന്. അപ്പം നമ്മൾ പറയാം, എനിക്ക് പറമ്പ് വേണ്ട, എനിക്ക് ചക്ക മതി. അതാണ് ക്രിസ്ത്യാനി. എനിക്ക് പറമ്പ് വേണ്ട, എനിക്ക് ചക്ക മതി. എനിക്ക് വേണ്ടെന്ന് എഴുതുന്നില്ല, എനിക്ക് വേണ്ട, എനിക്ക് ചക്ക മതി. ഇതാണ് ക്രിസ്ത്യാനി. ചക്ക തരാനല്ല വിളിച്ചത്, അത് മൊത്തം തരാനാ വിളിച്ചത്. ഒപ്പോത്തിയോ എന്ന് പറഞ്ഞ മക്കളെങ്കിൽ പറ, അവകാശിയും ക്രിസ്തുവിന്. അപ്പൊ ദൈവത്തിനുള്ളതെല്ലാം ഇനി ആർക്കുള്ളതാണ്? മക്കൾക്കുള്ളതാ, എനിക്കുള്ളതല്ലെന്ന്. എനിക്കുള്ളതെന്ന് പറയില്ല, മോശമാണ്. ദൈവത്തിനുള്ളതല്ല ഇനി ആർക്കുള്ളതാണ്? എന്റെ അമ്മോ, ചിലരൊക്കെ കയറി പറഞ്ഞു കളഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞു നോക്കട്ടെ. എനിക്കുള്ളതാണ്. Whatever belongs to God, that belongs to me also. എന്തൊക്കെയാണോ ദൈവത്തിന്റെ കയ്യിലുള്ളത് അത് ഇപ്പോ എന്റെ കൂടെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ വസ്തുവിൻ്റെ എല്ലാ അവകാശിയായി നിൽക്കുന്നേ. അടിനാശം ഉണ്ടാവും, കൂട്ടവകാശി വേറെ ഉണ്ട്. ഇനി നിങ്ങൾക്കിനി മനസ്സിലായില്ലെന്ന് പറയത്തില്ലല്ലോ. കൈയടിക്കുക, ഒരു ആമീൻ പറ. ഇവന് മാത്രം കൊടുത്താൽ ഇവൾക്കത് പ്രോമിസ് ആകും. ഇവനും എന്റെ മകനായിരിക്കുന്നിടത്തോളം കാലം എന്റേതെല്ലാം ഇവരുടേതാണ്. വണ്ടർഫുൾ തിങ്. കൈകളടിക്കട്ടെ, ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തിനുള്ളതെല്ലാം നിന്റെയാണ്. Only thing you need to know, you have to get into the maturity, then it is flows to you. നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, നീ എപ്പോഴാണോ പക്വതയിലേക്ക് എത്തുന്നത് അത് നിന്നിലേക്ക് ഒഴുകുവാനിടയാകും. Before maturity, I never give money to him. പക്വതയിൽ എത്തുന്നതിന് മുമ്പ് ജോഹയുടെ കയ്യിൽ ഞാൻ പണം കൊടുക്കത്തില്ലായിരുന്നു. When he was studying standard, we came to Trivandrum. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്തിലേക്ക് വന്നു. He normally goes to Menangulam buy something, by cycle. സൈക്കിളിൽ മേനംകുളത്ത് പോയി എന്തെങ്കിലും വാങ്ങിക്കാൻ ഇടയാകുമായിരുന്നു. I will ask my wife, my dear, how much she gave him. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കുമായിരുന്നു എത്ര രൂപയാണ് കൊടുത്തു വിടുവാൻ ഇടയായത്. She say only 100 rupees, only 100 rupees. അപ്പൊ പറയാൻ 100 രൂപ ഞാൻ കൊടുത്തിട്ടുള്ളൂ. Why I ask like that? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്? I know he is not mature. എനിക്കറിയാമായിരുന്നു അവൻ പക്വതയായിട്ടില്ലെന്ന്. Now I have a big problem. ഇപ്പൊ എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്. He know where I kept my cash. ഞാൻ എവിടെയാണ് പൈസ വെച്ചിരിക്കുന്നവൻ അറിയാം. Whatever he want, he open the cash and run away with the car and do whatever he want, he do. എന്താണ് ആവശ്യം തോന്നുന്നത് ആ സമയത്ത് പോയി ആ ഡ്രോയർ തുറന്ന് ക്യാഷ് എടുത്ത് വണ്ടിയുമായി പുറത്തു പോയി അവൻ ഇഷ്ടമുള്ള Joha, where are you? ഞാൻ വിളിച്ചു ചോദിക്കും, ജോഹ എവിടെയാണ്? Appa, I am in Lulu Mall buying something. ഞാൻ ജോഹ അപ്പൊ പറയും ഞാൻ ലുലു മാളിലാണ്, അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ വാങ്ങിക്കുകയാണ്. Where you get the cash? എവിടുന്നാണ് നിനക്ക് ആ പണം കിട്ടിയത്? I took it from our house. ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന്. That is called the family. അതാണ് കുടുംബം എന്ന് പറയുന്നത്. മനസ്സിലായെന്നോ ഇല്ലെന്നോ? നിങ്ങൾ ഇങ്ങനാണോ? ഇങ്ങനെ നിങ്ങൾക്ക് കർത്താവിനോട് പെരുമാറാൻ പറ്റുന്നോ? അതോ വക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ എന്റെ കർത്താവേ, എന്നോട് നീ പറഞ്ഞ വക്തത്വം നിവർത്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ അതിനുവേണ്ടി ഉപവസിക്കുന്നു, ഞാൻ അതിന് കരയുന്നു. അങ്ങനാണോ? ഉണ്ടോ? അങ്ങനെ ആയിരുന്നു, ഇനി അങ്ങനെ ആവില്ല എന്ന് പറ. ഞാൻ കളിയാക്കുവാണോ? When you know your inheritance,
your relationship will grow into another level. എപ്പോഴാണോ നിന്റെ അവകാശം നീ മനസ്സിലാക്കുന്നത്, നിന്റെ ബന്ധം അടുത്ത നിലവാരത്തിലേക്ക് വളരുവാനിടയാകും. You know about the promise, it never build your relationship. നിനക്ക് വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് നിനക്ക് മനസ്സിലായതെങ്കിൽ നിന്റെ ബന്ധത്തെ You അത് have a വളരാൻ relation ഇടയാകില്ല. with God and a master, and God and master. ദൈവവും യജമാനുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് നീ വരാനായി പോകുന്നത്. You don't have a God and you don't have a master, you have a father. നിനക്ക് ദൈവമോ നിനക്ക് യജമാനനോ അല്ല ഉള്ളത്, നിനക്ക് പിതാവാണുള്ളത്. One day I was in a police station, ഞാൻ ഒരിക്കൽ ഒരു പോലീസ് സ്റ്റേഷനിലായിരുന്നു. waiting to see the circle inspector. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ While we are waiting, a guy, a small guy, get into the room and get into that room. Of the policeman's room. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പോലീസുകാരന്റെ മുറിയിലേക്ക് കടന്നു പോകാനിടയായി. I asked the police guy, who is that? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ആ വ്യക്തി? He's do like this and that is his son. അദ്ദേഹം പറയാനിടയായി, അത് അവന്റെ മകനാണ്. He don't need any permission to get into the inside. ആ സിഐയുടെ മുറിയിലേക്ക് കയറാൻ അവന് യാതൊരുവിധ അംഗീകാരം ആവശ്യമില്ല. Because he have a confidence, inside is not SI or circle, inside is my father. അവനൊരു കാര്യം ബോധ്യമുണ്ടായിരുന്നു, അകത്തിരിക്കുന്നത് SIO ഒന്നുമല്ല, അകത്തിരിക്കുന്നത് എന്റെ പിതാവാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. For outside people he is circle, for me he is my father. Amen. പുറത്തുള്ള വ്യക്തികൾക്ക് അദ്ദേഹം ഒരു സർക്കിളാണ്, പക്ഷേ ആ മകന് അദ്ദേഹം ഒരു പിതാവാണ്. ഞാൻ നിങ്ങളോട് സത്യം ചോദിച്ചോട്ടെ, മക്കളെങ്കിൽ അവകാശികളും ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും, ഇത് നിങ്ങൾക്ക് പ്രോമിസ് ആയിരുന്നോ സത്യമായിരുന്നോ? അതിന്റെ അർത്ഥം പറ, പ്രോമിസ് ആയിരുന്നോ സത്യമായിരുന്നോ? കള്ളം പറയാൻ ഒരുമ്പിട്ട് വരില്ലേ? ഇതുവരെ അത് നമുക്ക് എന്തായിരുന്നു? പ്രോമിസ് ആയിരുന്നു. ഇപ്പോഴാ മനസ്സിലായത് എന്താണത്? അത് എൻ്റെയാണ് എന്ന് മനസ്സിലായത്. പ്രോമിസ് ആണോ സത്യമാണോ? നിങ്ങൾ മക്കളാണോ? യു ഹാവ് ടു അലൈൻ വിത്ത് ദ വേർഡ് ആൻഡ് ചേഞ്ച് യുവർ തോട്ട് ആൻഡ് യുവർ വേർഡ്സ് ആൻഡ് ലൈഫ് വിത്ത് ദാറ്റ് ട്രൂത്ത്. That will produce result in you. Amen. നിങ്ങൾ ആ സത്യമായി നിങ്ങൾ ചേർന്ന് നടന്ന നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റാനായി തുടങ്ങിയാൽ നിങ്ങൾ അതിലേക്ക് എത്തപ്പെടുവാനിടയാകും. Just imagine, I left my bag in airport. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എൻ്റെ ബാഗ് എയർപോർട്ടിൽ വെച്ച് മറന്നുപോയി. And went to have a coffee. ഞാൻ എയർപോർട്ടിൽ ബാഗ് വെച്ചിട്ട് ഞാൻ ഒരു കോഫി കുടിക്കാനായി So പോയി. while having my coffee, I saw somebody is trying to take my bag. ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാഗ് ആരോ എടുത്തുകൊണ്ട് പോകുന്നു. How I reacted? ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക? First step is like this. ഞാൻ ആദ്യം പ്രതികരിക്കുക എന്ന് വിളിച്ചിട്ട് ഞാൻ Stop there, stop there. നീ അവിടെ നിന്നാട്ടെ That is mine. അത് എന്റേതാണെന്ന് പറയൂ. That is the Christian prayer. അതാണ് ക്രിസ്തീയ പ്രാർത്ഥന. എന്റേതാരെങ്കിലും എടുത്തോണ്ട് പോകുമ്പോ നിക്കട അവിടെ, അത് എന്റെ ആടാ എന്ന് പറയുന്നത് ക്രിസ്തീയ പ്രാർത്ഥന. ഒരു പ്രാർത്ഥന. Are you listening to me? Just imagine you have a land. നിങ്ങൾക്കൊരു വസ്തു ഉണ്ടെന്ന് വെച്ചു. So it is in Kottarakara. അത് കൊട്ടാരക്കരയിലാണ്. So you heard somebody is encroaching the land. ആരോ അത് കൈവശമാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കേൾക്കുവാനിടയായി. How will be your response? എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക? You take your title deed. നിങ്ങൾ ഉടനെ അതിന്റെ പ്രമാണം എടുക്കും. And go to the police station. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. Complain there. അവിടെ ഒരു കംപ്ലൈന്റ് കൊടുക്കും. Go to the place. എന്നിട്ട് ആ സ്ഥലത്തേക്ക് പോകും. Show the person who is trying to encroach. അതിനെ കൈവശമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെ ഇത് കാണിക്കും. This is my title deed. ഇത് ആ പ്രമാണം കാണിച്ചിട്ട് പറയും, ഇത് How can you enter inside? എങ്ങനെയാണ് നിനക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റിയത്? That is another prayer. അതൊരു അടുത്ത പ്രാർത്ഥനയാണ്. അയ്യടാ, ഇവറ്റോട് ഇനി എങ്ങനെ പറഞ്ഞു കൊടുക്കാനാ ഞാൻ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. That means once you know that is mine, you never give up. എപ്പോഴാണോ നിനക്കൊന്ന് മനസ്സിലാകുന്നത് എന്റേതാണെന്ന് മനസ്സിലാക്കിയാൽ നീ ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ ഇടയാകത്തില്ല. But just imagine, your papa promised to you that you are 5 people, you have 5 children in your family, 5 children. Your papa say,
maybe I will give to you. നിങ്ങൾ എങ്ങനെ സങ്കല്പിച്ചാട്ടെ, നിങ്ങളുടെ വീട്ടിൽ 5 മക്കളുണ്ട്, നിങ്ങളുടെ അപ്പൻ പറയുകയാണ് ആ വസ്തു ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാം. So he heard somebody is encroaching there. അവിടെ ചിലപ്പോൾ ആരെങ്കിലും കൈവശമാക്കാൻ ശ്രമിച്ചാൽ How you will respond? എങ്ങനെയാണ് നീ പ്രതികരിക്കുക? Papa, I don't know, somebody is trying to encroach our land. നമ്മൾ പറയും, പപ്പേ എനിക്കറിയത്തില്ല, ആരോ നമ്മുടെ വസ്തുവിലേക്ക് കയ്യേറാൻ ശ്രമിക്കുന്നുണ്ട്. That is called promise. അതിനെയാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. When you know that one is promised to me, you don't have a seal to catch it. അത് എൻ്റെ വാഗ്ദത്തമാണെന്ന് എനിക്ക് തോന്നലുണ്ടായാൽ എനിക്ക് അതിനെ കൈവശമാക്കാൻ ഒരു ത്വര ഉണ്ടാകത്തില്ല. But if you know that is mine, things will be different. പക്ഷേ എപ്പോഴാണോ അത് എന്റേതാണെന്നൊരു ബോധ്യം നിനക്കുണ്ടായാൽ നീ അതിനെ റിയാക്ട് ചെയ്യുന്ന രീതിക്ക് എപ്പോഴും വ്യത്യാസമായിരിക്കും. Everything belongs to my father is mine now. എൻ്റെ പിതാവിന് ഉള്ളതെല്ലാം ഇപ്പോൾ എന്റേതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, സ്വർഗസ്വനായ ദൈവം എൻ്റെ പിതാവാണ്. സ്വർഗസ്വനായ ദൈവം എൻ്റെ പിതാവാണ്. Lord God is become my father when I accept Jesus. എപ്പോഴാണോ ഞാൻ ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇടയായത്, അപ്പോൾ സ്വർഗസ്വനായ പിതാവ് എൻ്റെ പിതാവായി മാറ്റപ്പെട്ടു. From that day, what are the things, what are the asset, what are the wealth belong to him, that is belong to me. ആ ദിവസം മുതൽ എന്തൊക്കെ സമ്പത്താണോ എന്തൊക്കെ കാര്യങ്ങളാണോ അവനിലുള്ളത് അതെല്ലാം എന്റേതായി മാറ്റപ്പെട്ടു. You want to hear a shocking message? നിങ്ങൾക്ക് ഒരു ഷോക്കിംഗ് മെസ്സേജ് കേൾക്കണോ? The kingdom belong to me. സ്വർഗരാജ്യം എന്റേതാണ്. Heaven belong to me. സ്വർഗം എന്റേതാണ്. The wealth belongs to me. അതിന്റെ അകത്തെ സമ്പത്ത് എന്റേതാണ്. Angels are under me. ദൂതന്മാർ എന്റെ കീഴിലാണ്. All heaven is belong to me. സർവ്വ സ്വർഗവും എന്റേതായി I am മാറിയിരിക്കുന്നു. the citizen of the heaven. ഞാൻ അതിന്റെ പൗരനാണ്. The earth is belong to me. ഈ ഭൂമി എന്റേതാണ്. It is given to the mankind. ഇത് മനുഷ്യനായിട്ട് കൊടുത്തിരിക്കുകയാണ്. So that is belongs to me. അതുകൊണ്ട് അത് എന്റേതാണ്. The children of God is rule over the land. ദൈവമക്കൾ ഈ ലാൻഡിനെ ഭരിക്കുവാനിടയാകും. So you have to rule this land. അതുകൊണ്ട് നീ ഈ ലാൻഡിനെ നീ ഭരിക്കണം. This is belong to you. ഇത് നിന്റേതാണ്. Father God hand over to you now. പിതാവാൻ ദൈവം അത് നിന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. So it is belong to you. ഇതിപ്പോ നിന്റേതാണ്. All the wealth of this world is belong to you. ഈ ലോകത്തിലെ സർവ്വ സമ്പത്ത് അത് നിന്റേതാണ്. The gold and silver and diamonds, all precious stones is belong to you. സ്വർണവും വെള്ളിയും ഡയമണ്ട് എല്ലാ കല്ലുകളും പ്രഷ്യസ് ആയ കല്ലുകളും അത് നിന്റേതാണ്. Because it is belongs to my father. കാരണം അത് എന്റെ പിതാവിന്റേതാണ്. That is why it is belongs to me. അതുകൊണ്ട് അത് എന്റേതാണ്. It is not a promise. It is a heritage for me. അത് എന്റെ വാഗ്ദത്തമല്ല, അത് എന്റെ അവകാശമാണ്. Oh, enna sugam alle. Only one thing, if I want to approach anything, I want to grow in maturity. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിനെ എനിക്കെല്ലാം കൈവശമാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് വളരേണ്ട ആവശ്യമാണ്. Say to your neighbor, focus to build your maturity. That is the way to receive all the wealth of my God. ദൈവത്തിന്റെ സർവ്വ സമ്പത്ത് കൈവശമാക്കുവാൻ നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിന്റെ പക്വതയിലേക്ക് വളരാനായി നീ ശ്രമിക്കുക. But you know, we lose that thing, we cry to get the promises. പക്ഷെ നമുക്ക് എന്താണ് സംഭവിച്ചത്? നമ്മൾ ആ വളരുന്ന അവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെയോ നമ്മൾ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കരയാനായി. Our focus is getting something from God. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുക എന്നാണ്. Our focus must change to grow to maturity, growing to maturity. That should be your focus. നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ട ആവശ്യമാണ്. നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മച്യൂരിറ്റിയിലേക്ക്, പക്വതയിലേക്ക് വളരുന്നതായിരിക്കണം.